ഇന്ന് രാവിലെ നമ്മുടെ DJ സെബിൻ ജാസ്മിനെയും ഗബ്രിയെയും വിളിച്ചിരുത്തിക്കൊണ്ട് അല്പനിമിഷങ്ങൾ സംസാരിച്ചു. ആക്ച്വലി നിങ്ങൾ തമ്മിൽ പ്രണയമാണോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ ഇരുവരും പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ പ്രണയമല്ല, പക്ഷേ സ്നേഹമാണ്. അപ്പോൾ പെട്ടെന്ന് സിബിൻ ഇന്റർഫെയർ ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്, പ്രാക്ടിക്കലി ഈ പരിപാടി നടക്കില്ല, അതുകൊണ്ട് തന്നെ പ്രണയമല്ല. എന്ന് വെച്ചാൽ ഇത് നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രണയിക്കുമായിരുന്നു. യെസ്, അത് രണ്ടുപേരും ആ സമയത്ത് തന്നെ എഗ്രി ചെയ്യുകയാണ്. പ്രാക്ടിക്കലി ഇത് നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അവിടെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്, അവരുടെ മതം തന്നെയാണ്. അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഒത്തിരി എതിർപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ രണ്ടുപേർക്കും അല്പം ഭയമുണ്ട്. ജാസ്മിൻ ഇത്രയും നാളും സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാൻ കമ്മിറ്റഡ് ആണ് എന്നുള്ളതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജന്റുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അങ്ങനെ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞിട്ട് പോന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതെ, സാഹചര്യങ്ങൾക്കനുസരിച്ച് ജാസ്മിൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയും ഇറങ്ങിയും സംസാരിക്കാറുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രമേ ഉള്ളൂ, ഒരിക്കലും പ്രണയിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെ പലയാവർത്തി ഇവർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ ഡയലോഗ് തന്നെയാണ് പല രീതിയിൽ ഇപ്പോഴും അടിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ പുറത്തൊരാൾ ജാസ്മിനെ കാത്തിരിപ്പുണ്ട്, അയാളോട് ഞാൻ മടങ്ങിച്ചെല്ലാം എന്ന് പറഞ്ഞിട്ടാണ്, വാക്കു പറഞ്ഞിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ ജാസ്മിൻ ഇപ്പോൾ വളരെ ലഘൂകരിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നുമല്ല പോകുന്നത്, ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിച്ചേക്കാം എന്നുള്ളത്, അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ ജാസ്മിന് ഗബ്രിയെയും ഗബ്രിക്ക് ജാസ്മിനെയും ഇഷ്ടമാണ്. ഇരുവരുടെയും ഉള്ളിൽ പരസ്പരം പ്രണയം തന്നെയാണുള്ളത്. നമുക്കത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. പക്ഷേ എന്താണ് പ്രശ്നം? മുൻപേ പറഞ്ഞ കാര്യം തന്നെയാണ്. സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുന്നത് കൊണ്ട് പ്രണയിക്കുവാൻ കഴിയില്ല. തൽക്കാലം ഈ മോഹം ഉള്ളിലൊതുക്കി ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചിട്ട് പുറത്തു പോകുന്നതായിരിക്കും നല്ലത്. സെബിനല്ലേ മോൻ, ഒരിച്ചിരി സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിനിടയിൽ കൂടെ നുഴഞ്ഞു കയറി ചെന്ന് അന്യായ ഗോൾ അടിക്കാൻ സമർത്ഥനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. കൃത്യമായിട്ട് പറയുകയാണ്, ആക്ച്വലി ഇവൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഉള്ളിൽ പ്രണയമൊക്കെയുണ്ട്, പക്ഷേ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമായതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമല്ലോ. ഉടനെ തന്നെ ജാസ്മിൻ അത് എഗ്രി ചെയ്യുകയാണ് വീണ്ടും. അതാണ് സത്യം. എന്നിട്ട് തൊട്ടു പിന്നാലെ ജാസ്മിൻ തിരുത്തി പറയുകയാണ്, പ്രണയം എന്ന് പറയരുത്, ഇഷ്ടം. അപ്പോൾ പെട്ടെന്ന് ഗബ്രിയുടെ ഭാഗത്തു നിന്നൊരു വ്യാഖ്യാനം വരികയാണ്, ഈ പ്രണയം എന്ന് പറയുന്ന സംഭവം അത് കൃത്യമാകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും മ്യൂച്വലായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. ഉടനെ ജാസ്മിൻ പറയുന്നു, അതാണ് കറക്റ്റ്, പക്ഷേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഞങ്ങളുടെ ഉള്ളിൽ അതില്ല. അപ്പോൾ വീണ്ടും സെബിൻ പറയുകയാണ്, നിങ്ങളുടെ മുൻപിലുള്ള മറ്റൊരു പ്രശ്നം ഈ സമൂഹമാണ്. ഉടനെ ജാസ്മിൻ പറയുന്നു, ഇല്ല, എനിക്കങ്ങനെ ഇമേജ് കോൺഷ്യസ് ആയ ഒരു വ്യക്തിയല്ല. ഒന്നാമത്തെ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നാട്ടുകാരെന്ത് പറയും എന്നുള്ളതല്ല. ഒന്ന്, എൻ്റെ കുടുംബം. രണ്ടാമത്, ഞാൻ തിരികെ ചെല്ലും എന്ന് വാക്ക് പറഞ്ഞിട്ട് പോന്ന ഒരു മനുഷ്യൻ. പാവം, ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തൊരു ഗതികേടാണ് വാസ്തവത്തിൽ ഇത്. ജാസ്മിൻ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? ഒരു മനുഷ്യനോട് വാക്കു പറഞ്ഞിട്ട് പോന്നു എന്നിവിടെ പറയുന്നു, അപ്പോൾ തന്നെ പറയുകയാണ് സാഹചര്യം പ്രതികൂലമായതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പ്രണയവും കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്നത് പ്രാക്ടിക്കൽ അല്ല, വിവാഹം കഴിക്കാൻ ഒരിക്കലും പറ്റില്ല, അതുകൊണ്ട് മാത്രം ഞങ്ങൾ പ്രണയത്തിലേക്ക് സ്റ്റെപ്പ് വെക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ റൊമ്പ ആഗ്രഹം ഇറക്ക്, പക്ഷേ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാടിയേനെ. ഈ സംസാരമൊക്കെ രാവിലെ നടന്നതാണ്. എന്നാൽ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് വീണ്ടും ജാസ്മിനും ഗബ്രിയും കൂടി ഒരുമിച്ച് കൂടി. അവിടെ വെച്ച് ജാസ്മിന്റെ മുഖത്ത് നോക്കി ഗബ്രി ഐ ലവ് യു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കിടക്കയിൽ വെച്ച് ഐ ലവ് യു പറഞ്ഞപ്പോൾ ലവ് യു ടു എന്ന് ജാസ്മിൻ പറഞ്ഞിരുന്നു. എന്നാൽ സീക്രട്ട് ഏജന്റ് വന്നിട്ട് നാട്ടിൽ നടക്കുന്ന പുകിലുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് മാറ്റിപ്പിടിക്കാൻ വേണ്ടി ജാസ്മിൻ തയ്യാറായി. അതുകൊണ്ട് തന്നെ ഐ ലവ് യു എന്ന് ഗബ്രി പറഞ്ഞപ്പോൾ ജാസ്മിൻ പെട്ടെന്ന് പറയുകയാണ്, ഞാൻ ലവ് യു ടു എന്ന് പറയാത്തതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയില്ലേ? എനിക്ക് പേടിയാടാ. പ്രേക്ഷകർ കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടി തന്നെയാണ് ഇവർ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അവിടെ വെച്ച് ഗബ്രി ജാസ്മിനോട് പറയുകയാണ്, നിന്റെ മുൻപിൽ കുറച്ചേറെ ബിരിയാണി കൊണ്ടുവെക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി കൊണ്ടുവെക്കുകയാണ്. ആ ബിരിയാണി കഴിച്ചാൽ നിനക്ക് തടി വെക്കും എന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ ബിരിയാണി കഴിക്കുമോ കഴിക്കത്തില്ലയോ? അതിന്റെ പ്രത്യാഘാതങ്ങൾ അറിഞ്ഞുകൊണ്ട് നീ കഴിക്കാൻ തയ്യാറാകുമോ? ഉടനെ തന്നെ ജാസ്മിൻ പറയാം, ഞാൻ കഴിക്കും. ഭക്ഷണം എത്ര കിട്ടിയാലും എന്താണെന്നൊന്നും നോക്കാതെ ഞാൻ കഴിച്ചിരിക്കും. അവിടെ ഗബ്രി പരാജയപ്പെടുകയാണ്. അതിനുശേഷം അയാൾ പറയുന്നു, എങ്കിൽ പോട്ടെ, മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ പ്രേമത്തെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത്. എന്താണ് അവരുടെ മുൻപിലുള്ള പ്രശ്നം എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും കാര്യങ്ങൾ സംസാരിക്കുകയാണ്. വലിയൊരു ലേക്കാണ്, ആഴമുള്ള ഒരു വലിയ തടാകം. അതിനകത്ത് നിറയെ മുതലകൾ കിടപ്പുണ്ട്. നിനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തടാകത്തിലെ വെള്ളവും അതിനകത്ത് നീന്തി തുടിക്കുന്നതുമൊക്കെ. പക്ഷേ അതിനകത്ത് മുതലകൾ ധാരാളമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് നീ അതിനകത്തേക്ക് എടുത്തു ചാടുവാൻ തയ്യാറാകുമോ? ഉടനെ ജാസ്മിൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലും തയ്യാറാകില്ല.
അതെ, പ്രത്യാഘാതങ്ങൾ മുൻപിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നറിയാവുന്നത് കൊണ്ട് മാത്രമല്ലേ നീ അതിനകത്തൊന്ന് മാറി നിൽക്കുന്നത്? തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഗബ്രി ജാസ്മിനെ കൊണ്ട് വീണ്ടും വ്യക്തമായി പറയിപ്പിക്കുകയാണ്, സമൂഹം, കുടുംബം, ആരോ ഒരാൾ കാത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള കുറേ അതിർവരമ്പുകളൊക്കെ മുൻപിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് വിവാഹം എന്ന ക്ലൈമാക്സിലേക്ക് എത്താൻ പറ്റാത്തത്. ഉള്ളിൽ പെരുത്തിഷ്ടവും പ്രണയവും അങ്ങനെ തിളച്ചു മറിയുകയാണ്. ഇന്ന് തന്നെ പല ആവർത്തി പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വിഷയം ആവർത്തിച്ച് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രേക്ഷകരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പരിപാടി തൽക്കാലം അവസാനിച്ചതായിട്ട് പ്രേക്ഷകർ വിശ്വസിച്ചു കൊള്ളുക. ഇനി ഈ പണിയുമായിട്ട് മുൻപോട്ട് പോകുന്നത് അത്ര സുഖകരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. സുഖകരമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ 12 കഷ്ണമായിട്ട് വെട്ടിനുറുക്കി പോക്കറ്റിനകത്ത് മടക്കി വെച്ചു കൊടുത്ത ഈ ഒരു പരിപാടി ഇനിയും തോളിൽ ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമാണ്. അതുകൊണ്ട് തന്നെ പതിയെ അത് താഴെ വെച്ചിട്ട് മാറാനുള്ള പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ജബ്രി എന്ന് പറയുന്ന കോംബോ ഇല്ല എന്നുള്ളത് എല്ലാവരും വിശ്വസിച്ചു കൊള്ളുക. ഞങ്ങൾ തുടർന്ന് ഫ്രണ്ട്ഷിപ്പിൽ മാത്രമായിരിക്കും ഇവിടെ മുൻപോട്ട് പോവുക. ഇന്നലെ വരെ നിങ്ങൾ കണ്ട പല കാര്യങ്ങളും ഇനിയും നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടാവുകയില്ല. കെട്ടിപ്പിടുത്തം ഉണ്ടാവുകയില്ല, ഉമ്മ കൊടുക്കൽ ഉണ്ടാവുകയില്ല, കടി അല്പം പോലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം അതെല്ലാം നാടകങ്ങൾ മാത്രമായിരുന്നു. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ വളരെ ആശ്ചര്യമാണ് തോന്നുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഭയങ്കരമായ ഇഷ്ടം, പെരുത്തിഷ്ടം ഹൃദയത്തിനകത്തേക്കുണ്ടാവുക. അടുത്ത ദിവസം മുതൽ പ്രണയിതാക്കളെ പോലെ, കമിതാക്കളെ പോലെ അടുത്തിടപഴകുവാൻ തുടങ്ങുക. അങ്ങനെ അതിന്റെ ക്ലൈമാക്സ് വരെയോളം മുൻപോട്ട് പോവുക. പണി പാളി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നിസ്സാരമായി ഒരു വസ്ത്രം മാറുന്ന ലാഘവത്തോടുകൂടി ഉരിഞ്ഞു കളഞ്ഞിട്ട് അടുത്ത പണിയിലേക്ക് മാറുവാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ പരാജയപ്പെട്ടു മക്കളെ, സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. ഇവിടെ വിജയിച്ചത് പ്രേക്ഷകർ തന്നെയാണ്.